നമസ്കാരം. നമ്മൾ മാറിയാൽ മതി, എല്ലാം മാറും. അവർ ശരിയില്ല, ഇവർ ശരിയില്ല, അവരിങ്ങനെയാണ്, അവരുടെ പ്രവൃത്തി ശരിയില്ല, അവരുടെ നടത്തം ശരിയില്ല, അവരുടെ നോട്ടം ശരിയില്ല, അവർ സ്റ്റൈലിൽ നടക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാൻ, അല്ലെങ്കിൽ ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ശരികേടല്ല ശരിയായ ശരികേട്, നമ്മളുടെ ശരികേടാണ് യഥാർത്ഥത്തിൽ കാരണം. നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ് ഇതൊക്കെ കാരണം. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ആദ്യം മാറാൻ ശ്രമിച്ചാൽ മതി. നമ്മൾ മാറാൻ ശ്രമിച്ചാൽ എല്ലാം താനേ മാറും. കാരണം നമ്മളുടെ മനസ്സിലാണ് എല്ലാ പ്രശ്നങ്ങളും ഉള്ളത്, എല്ലാ നെഗറ്റീവ്നെസ്സും ഉള്ളത്. നമ്മൾ പോസിറ്റീവ് ആവുന്ന സമയത്ത് മറ്റുള്ളവരും പോസിറ്റീവാകും. നമ്മൾ അവരുടെ പോസിറ്റീവ് കാണാൻ ശ്രമിക്കും. നമ്മൾ അവരുടെ നെഗറ്റീവ് കാണുന്നതിൻ്റെ കാരണം നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് വെക്കുന്നുണ്ടാണ്. നമ്മൾ പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മൾ അവരുടെ പോസിറ്റീവ് സൈഡ് കാണാൻ നോക്കും. എല്ലാ വ്യക്തികൾക്കും നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ചിലപ്പം 80% മോശമായിരിക്കാം, പക്ഷേ 20% നല്ലതായിരിക്കും. ഈ 80% മോശമുള്ളതിൻ്റെ പേരിൽ ഡൈവേഴ്സ് നടക്കുന്നു, ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു, ബന്ധങ്ങളില്ലാത്ത രീതിയിലേക്ക് മാറുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ 20% നന്മയുണ്ടെങ്കിൽ ആ നന്മയെ നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ ഈ 80% നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യം ഉണ്ടാവും. അതുപോലെ നമ്മൾ പോസിറ്റീവ് കണ്ടെത്തുകയും അവരുടെ നന്മകൾ കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വരുന്നവരൊക്കെ ആ ഒരുപാട് നന്മകളുള്ളവരായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മളുടെ ആ തിരിച്ചറിവാണ് ഏറ്റവും ജീവിതത്തിൽ പ്രധാന കാര്യം. നമ്മൾ അങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയാൽ നമ്മൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. ഉയരങ്ങളിലേക്ക് എത്തുന്ന ആൾക്കാരെ നമ്മുടെ കൂട്ടുകാരാക്കി മാറ്റാൻ സാധിക്കും. അവരുടെ പോസിറ്റീവ്നെസ് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നമ്മളുടെ നന്മയില്ലായ്മയാണ്. നമ്മുടെ മനസ്സിൽ നന്മയുണ്ടാക്കാൻ തുടങ്ങിയാൽ എല്ലാം ചുറ്റുപാടും എല്ലാവരും നല്ലതായി ഭവിക്കും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.